ഇവിടെ നമുക്ക് വേണ്ടി അഹോരാത്രം വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പ്രവർത്തിച്ചതായ കുട്ടികളാണ് നമ്മൾ വിഖായിൻ്റെ വളണ്ടിയർമാരൊക്കെ. അവരെ അതിൻ്റെ സ്പെഷ്യൽ ഗ്രൂപ്പും അല്ലാത്തതൊക്കെ അവർ വളരെ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഈ നമ്മളൊക്കെ വരുമ്പോൾ ഉസ്താദന്മാരെയൊക്കെ കാണാനുള്ള ആവേശത്തിലായിരിക്കും. പക്ഷേ ഉന്തും തള്ളും കുത്തൊക്കെ കിട്ടുന്നത് അവർക്കാണ്. എന്നിട്ടും അവർ പിന്മാറാതെ ഈ സംഘടനയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് അവർ. അപ്പോൾ ആരോ ചിലരൊക്കെ ഇതൊന്നും ഒരു ഇവന്റ് മാനേജ്മെൻറ്റിൻ്റെ പരിപാടിയാണെന്നൊക്കെ ആരോ ചിലർ എഴുതിയല്ലോ. അപ്പോൾ അതൊക്കെ വളരെ തെറ്റായ പ്രചരണങ്ങളാണ്. അങ്ങനത്തെ ഒന്നും ഇതില്ല. ഇത് വളരെ അള്ളാഹുവിൻ്റെ വജീന് വേണ്ടി പ്രവർത്തിക്കുന്ന കുട്ടികളാണ് ഈ കുട്ടികൾ. ഇവരെന്തെങ്കിലും നിലക്ക് കുറ്റം പറഞ്ഞാണ്ടല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടില്ല. അത് മനസ്സിലാക്കണം. ഞാൻ പറയണത് ഇവർ നമ്മളെക്കാളൊക്കെ ഇഖ്ലാസുള്ള കുട്ടികളാണ്. അത്രമാത്രം എന്ത് ത്യാഗങ്ങളാണ് ഇവർ സഹിക്കുന്നത്. വെയിൽ കൊണ്ട് മഴ കൊണ്ട് ഭക്ഷണമൊക്കെ കിട്ടുന്നതായി കിട്ടി ദാഹിക്കുകയാണെങ്കിൽ ദാഹിച്ചുകൊണ്ടൊക്കെ അവരോട് ഏൽപ്പിക്കപ്പെട്ടതായ കർമ്മങ്ങളും പ്രവർത്തികൾ അവർ പൂർണ്ണമായി നിർവഹിക്കുന്നതിൽ അവരൊക്കെ സജ്ജരാണ്. അപ്പോൾ ഇവരൊക്കെ എത്ര നല്ല മക്കളാണ്. അപ്പം വിഖായായാലും നമ്മളെ ആമിലാണെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട ഇങ്ങനത്തെ സന്നദ്ധ സേനകളുണ്ടല്ലോ, എന്തും ചെയ്യാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇവരൊന്നും വലിയ കഴിവുള്ള കുട്ടികളുമല്ല. എല്ലാവരും അധികം പരിശോധിച്ച് നോക്കിയാൽ ദിവസം ജോലിക്ക് പോണ കുട്ടികളാണ്. എന്നിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് പ്രയാസപ്പെട്ട് വരികയാണ്. എന്നിട്ട് അവരെ അപകീർത്തിപ്പെടുത്തുന്ന നിലക്കുള്ളതായ എഴുത്തുകളും കുത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ എഴുതിയവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. അത്രേ നമുക്ക് പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാന